ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക്. അപ്പോൾ ഇന്നൊരു ഈദ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഈദിൻ്റെ ആദ്യത്തെ 2 ദിവസങ്ങളാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഫസ്റ്റ് ഡേ നോർമലി ഈവനിങ് എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ തവണ ഭയങ്കര ക്ഷീണമായിരുന്നു. രാത്രി വളരെ വൈകിയാണ് ഉമ്മച്ചിയുടെ ബാബുച്ചിയുടെ അവിടെ എത്തിയത് ഞങ്ങളെല്ലാവരും. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യത്തെ പെരുന്നാളിൻ്റെ അന്ന് റെസ്റ്റ് എടുക്കുകയുണ്ടായിരുന്നത് ഈവനിങ്. അതുകൊണ്ട് തന്നെ ഈദ് ഡേ 2 നമ്മൾ ഇറങ്ങാനൊക്കെ പോയത് കേട്ടോ. ഇതിന്റെ അന്ന് കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ എണീറ്റത്. രാവിലെ ഒരു 6 മണിക്കായിരുന്നു പെരുന്നാൾ നമസ്കാരം. വാപ്പിച്ചിയും ഇക്കാക്കയും ഫൈസൽക്കയും കൂടി പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മൈലാഞ്ചിയൊക്കെ ഇടായിരുന്നു. തലേ ദിവസം ഇടാനുള്ള നേരം കിട്ടാത്തതുകൊണ്ട് രാവിലെയാണ് മൈലാഞ്ചിയൊക്കെ ഇട്ടത്. മതിയോ? ഒരു ചമ്മന്തി പൊടി എന്നാ പറഞ്ഞത്. എനിക്ക് പൊറോട്ട മതി. പൊറോട്ട ആൻഡ് ചിക്കൻ. ഈദ് മുബാറക്ക്. ഉച്ചയ്ക്ക് എണീക്കണേ ഈദ് മുബാറക്ക് പറയാൻ. എന്താ ഇപ്പൊ ഇത്ര നേരം വൈകിയത് എനിക്ക്? നാരങ്ങയാണ്, മുളകില്ലാത്ത നാരങ്ങാച്ചാർ. ഇത് മുളക് പൊടി ഇടാത്ത പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ള നാരങ്ങച്ചാറാണ്. കയ്പണോ? നോക്കട്ടെ, കുറച്ച് മതിട്ടാ. ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തവണ വരുമ്പോഴും എന്തെങ്കിലും അച്ചാറുണ്ടാവും ഉമ്മച്ചിയുടെ. അവിടെ പെരുന്നാക്കോടി അവിടെ ഫുള്ള് കാണില്ല, കുറച്ച് ബാക്കിക്ക് മാല ശരിക്കും വെക്ക്. പെരുന്നാളായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഉമ്മച്ചിയുടെ മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. Don't touch me. Don't touch me. Don't touch me. Don't touch me. I will show you. Welcome. ഇന്നിപ്പോൾ നമ്മുടെ ഈദിൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. നിസ്വയിൽ എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് താമസിക്കുന്ന ഒരു ഫാമിലി വരുന്നുണ്ടെന്ന്. അവർ പെട്ടെന്നാണ് വിളിച്ച് പറഞ്ഞത് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വെറും ചോറും പിന്നെ ഒട്ടകത്തിൻ്റെ കറി ഉണ്ടായിരുന്നു, അതും പിന്നെ പരിപ്പ് കറിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വരണ കാര്യം കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വേണോ? ടേസ്റ്റ് ചെയ്യണോ? വെയിറ്റിംഗ്. നിനക്കറിഞ്ഞ് ആവശ്യമായ വ്ളോഗിങ് ആണ്. ഇച്ചു
അവർ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയിട്ടോ. ആ ഒരു തിരക്കിനിടയിൽ വിട്ടുപോയതാണ്. ഇപ്പോൾ നമ്മളൊരു വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയാണ് എല്ലാവരും കൂടി. കുറച്ച് ദൂരെയായിട്ടൊരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. വാദി സുമൂത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ അവരുടെ കാറിൽ വരുന്നുണ്ട്, നമ്മൾ നമ്മുടെ കാറിലും കൂടി പോവുകയാണ് കേട്ടോ. പോകുന്ന വഴി നല്ല വ്യൂ ഉള്ള നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളവിടെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെയും യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിലുള്ള ആ ഒരു എൻട്രൻസ് ആണ് കാറൊക്കെ പാർക്ക് ചെയ്തിടണേ. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കണം, എന്നാലാണ് നമ്മൾ ആ ഒരു വെള്ളമൊക്കെ ഉള്ള ഏരിയ എത്തുള്ളൂ. അപ്പോൾ അതിനിടയിൽ പഞ്ചൂസും മിച്ചും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് തന്നെ ആയിരുന്നു നടപ്പൊക്കെ. പോകുന്ന ആ ഒരു വഴിയൊക്കെ നല്ല ഭംഗിയാണ്. വണ്ടിയിലും പോകാൻ പറ്റും, പക്ഷെ നടന്നു പോകുന്ന അതൊരു രസം. നല്ല വെള്ളമൊക്കെ നിറഞ്ഞ വഴി കൂടിയാണ് നമ്മൾ നടന്നിരുന്നത്. മുച്ചി മീനല്ലേ കാണുന്നത്? താറാവാണോ? ഇതെവിടെ നിട്ടി? അവര് കൊടുത്തായിരിക്കും അല്ലേ? അവിടെ മീൻ പിടുത്തം കഴിഞ്ഞിട്ടില്ല. അവിടെ ഇതെന്താന്ന് പറഞ്ഞത്? ഇതാണ് തവളപ്പൊട്ടൻ. പക്ഷെ മീൻ പോലെ തന്നെ കേട്ടോ. ഇത് മീൻ 3 ഉണ്ട്. 2 മീനും ഒരു മാൽമാക്രി തവളപ്പൊട്ടൻ. യെസ്. അങ്ങനെ നമ്മൾ ഇരുട്ടണ വരെ അവിടെ തന്നെ നിന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു, വെള്ളത്തിലൊക്കെ ഇറങ്ങി. നല്ല രസമായിരുന്നു എല്ലാവരും കൂടി. പിന്നെ അത് കഴിഞ്ഞ് അവർ നേരെ അങ്ങോട്ട് നിസ്വയിലോട്ട് പോയി. ഞങ്ങൾ നേരെ മുച്ചിനെയും പാപ്പച്ചിനെയും അവിടെ ജെർദയിലോട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. റൂമിൽ കയറിയിട്ടില്ല. അപ്പോൾ വാപ്പച്ചിയുടെ കടയുടെ ഫ്രണ്ടിലായിട്ട് പമ്പാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്നിട്ട് അവർ രണ്ടുപേരും കൂടി ക്രിക്കറ്റ് കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ റൂമിലോട്ട് പോയി. ഇപ്പോൾ റൂമിലെത്തിയപ്പോൾ നമുക്ക് മിഷ്കാക്ക് ഉണ്ടായിരുന്നു. വാപ്പച്ചിയുടെ കടയിൽ വർക്ക് ചെയ്യണ ഒമാനി വാപ്പച്ചിക്ക് കൊണ്ടു കൊടുത്തായിരുന്നു മിഷ്കാക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ 1-ാം പെരുന്നാളിൻ്റെയും 2-ാം പെരുന്നാളിൻ്റെയും വിശേഷങ്ങൾ. നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.